അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ ഉള്ള നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കലാണ്, അല്ലാതെ പുറത്തുനിന്നൊന്നും വാങ്ങലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കുറച്ചൊരു മഞ്ഞൾ, ഒരു 1/2 കിലോ മഞ്ഞൾ വാങ്ങി കുഴിച്ചിട്ടാൽ തന്നെ പച്ചമഞ്ഞളൊക്കെ വാങ്ങി ഒന്ന് കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മഞ്ഞളിനാകുമ്പോൾ അധികം വളപ്രയോഗവും അതേപോലെ കീടങ്ങളെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുഴിച്ചിടുമ്പോൾ തന്നെ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ ചാരമൊക്കെ ഇട്ടാണ് കുഴിച്ചിട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് പിറ്റത്തെ വർഷമാകുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നമുക്ക് തന്നെ പറിച്ചെടുക്കാം. അതിന് പ്രത്യേകിച്ച് അതിനൊരു കേടും വരും ഒന്നും ചെയ്യൂല. അതുപോലെ പന്നി മാന്തണ പ്രശ്നമോ അങ്ങനത്തതും അങ്ങനെയുള്ള കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. ഇത് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഗ്രോ ബാഗിലെങ്കിലും കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള നല്ല മഞ്ഞൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളെ വീട്ടിലുള്ള മഞ്ഞളൊക്കെ അതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേരും ഒക്കെ ഒഴിവാക്കി ഒക്കെ പൊട്ടിച്ചെടുത്ത് നല്ല വൃത്തിയായി കഴുകിയൊക്കെ എടുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് വിത്തിന് മാറ്റി വെക്കും. അത് നമ്മളിപ്പോൾ തന്നെ മണ്ണിലാണ്ട് കുഴിച്ചിടും. കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ ചാരം ഒക്കെ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം കുഴിച്ചിട്ട് കൊടുത്താൽ പിന്നീട് മഴ ചാറുന്ന സമയത്ത് അങ്ങനെ മുളച്ച് വരും ചെയ്യും. പിന്നീട് നമുക്ക് എന്തെങ്കിലും പിന്നെ വളം വേണമെങ്കിലും ഒന്ന് കുറച്ചും കൂടി ഇട്ടിട്ട് വലുതായി വരുമ്പോൾ ഒന്ന് പിന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ നന്നായിട്ട് പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ എല്ലാ വർഷവും കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞളെങ്കിലും വാങ്ങിയിട്ടൊക്കെ ഒന്ന് കുഴിച്ചിട്ടാൽ നമുക്കൊരു കൂട്ടുമില്ലാത്ത നല്ല മഞ്ഞൾ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ പല ആവശ്യങ്ങൾക്കും നമുക്ക് പച്ചമഞ്ഞളുടെ ആവശ്യത്തിനൊക്കെ എടുക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യമാണ്. അപ്പോൾ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത് പുറത്തൊക്കെ അടുപ്പൊക്കെ വെച്ചിട്ട് പുറത്താണ് വേവിച്ചെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് കുറച്ചുള്ളെങ്കിൽ കുക്കറിലൊക്കെ വെച്ചിട്ട് അതുപോലെയും വേവിച്ചെടുക്കാം. 2 വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യും. 2 or 3 വിസിലടിക്കേണ്ടി വരും. നമ്മളിതുപോലെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുക. അത് പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണൊക്കെ ഉള്ള വിറകൊക്കെ വെച്ച് നന്നായി ഉഷാറായിട്ട് തന്നെ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒപ്പത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ഊറ്റി കളയൊന്നുമില്ല. ഞാനിതിൽ ഇങ്ങനെ വെച്ച് അതിലാണ് വേവിച്ചെടുക്കൽ തന്നെയാണ്. ഇതിപ്പോൾ 2 ട്രിപ്പ് വെക്കേണ്ടതുകൊണ്ട് ആദ്യം വെച്ചതിൽ തന്നെ ബാക്കിയുള്ള വെള്ളത്തിൽ പിന്നെ രണ്ടാമത് ബാക്കിയുള്ളതും കൂടി അതിൽ തന്നെയാണ് വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടിയാൽ തന്നെ അതായത് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ തന്നെ വെന്തിട്ടുണ്ട് എന്ന് തന്നെ അതിൻ്റെ വേവ് അങ്ങനെയാണ്. അതിപ്പോൾ അതുപോലെ ഇങ്ങനെ പൊളിച്ചാൽ തന്നെ ഇങ്ങോട്ട് പൊളിഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ വേവ്. ഇതപ്പോൾ അതുപോലെ ഇങ്ങനെ പൊട്ടിച്ചാലൊക്കെ ഇങ്ങോട്ട് പൊട്ടിക്കിട്ടും. ഇപ്പോൾ വലിയ തടിയുള്ള അതിൻ്റെ വിത്തും തള്ളയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്നും കൂടി നമ്മളൊന്ന് പൊളിച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അതുപോലെ നമ്മൾ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് നല്ല തിളച്ച് വെന്തതിൻ്റെ ശേഷം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അതിലോട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി അതിലിട്ട് വേവിച്ചെടുക്കാനാണ്. ചിലവരൊക്കെ വെള്ളമൊക്കെ ഊറ്റി കളയണതൊക്കെ പറയണതാണ്. അങ്ങനെ ഊറ്റി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അതിൽ തന്നെ വറ്റിച്ചെടുത്താൽ മതി. എന്നാൽ പിന്നെ അതിൻ്റെ മഞ്ഞളുടെ ഊറ്റി കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് അങ്ങനെ പറയണേക്കാം. പക്ഷെ ഞാനിവിടെ എന്നും അതിൽ തന്നെ വേവിച്ച് വെള്ളം ഊറ്റി കളയലൊന്നുമില്ല. അതിലാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് തന്നെ നന്നായിട്ട് വേവിച്ച് ഊറ്റി കളയാനുള്ള വെള്ളമൊന്നും വെക്കലില്ല. ആ രീതിയിലാണ് വേവിച്ചെടുക്കൽ. ഇതിപ്പോൾ 2 ട്രിപ്പ് വെക്കുന്നതുകൊണ്ട് ആ വെള്ളം അധികം വെച്ച് അതിൽ തന്നെ പിന്നെ ബാക്കിയുള്ളതും കൂടി വെച്ച് വേവിച്ചെടുക്കാൻ. അതിൻ്റെ ശേഷം ഇതുപോലൊക്കെ ഒന്ന് വലുതൊക്കെ നോക്കി ഒന്ന് പൊളിച്ചെടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നല്ല വെയിലത്ത് ഉണക്കിയെടുക്കുക. അത് വലുതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയതൊക്കെ ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കുന്നത്. അതൊരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ നമ്മൾ ഉണക്കണ പോലെയൊന്നും അത്രയൊന്നും ഉണങ്ങി വരുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ മഞ്ഞൾ പറഞ്ഞാൽ കുറച്ച് മതിയല്ലോ ഉണക്കി പൊടിയായി കിട്ടുമ്പോൾ. അപ്പോൾ ഉണക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് വരും. അത് ചുളിഞ്ഞ് കുറഞ്ഞ ഇതിൽ കാണുമ്പോൾ വൃത്തിയൊന്നും ഇല്ലെങ്കിൽ അത് പൊടിച്ചാൽ നല്ല മഞ്ഞൾപ്പൊടി ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു നല്ല വൃത്തിയിലുള്ള മഞ്ഞളായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഉണങ്ങുമ്പോൾ അതുപോലെയാണ് ഇരിക്കുക. അത് പിന്നെ അതിൻ്റെ മേലെ ചെറുതായിട്ടൊക്കെ അതിൻ്റെ ആ മൊരിയൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മളിങ്ങനെ മുറത്തിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വരുത്തിയിട്ട് ഒന്നിങ്ങോട്ട് ചേറിയെടുത്താൽ തന്നെ അതിൻ്റെ മേലുള്ള തൊലിയൊക്കെ പിന്നെ ബാക്കിയുള്ളതും കൂടി അത് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ വരണ്ടി അതിൻ്റെ ആദ്യം തന്നെ പച്ചക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേര് മാത്രം നമ്മൾ മുറിച്ച് കളയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെത്തിയിട്ട് നല്ല വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേരൊക്കെ കളയുക. അതിൻ്റെ ശേഷം ഇതുപോലെ വേവിച്ച് ഉണങ്ങിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ
ഒന്നുകൂടി നന്നായിട്ട് മുറത്തിലൊക്കെ ഒന്ന് വരുത്തി കൊടുത്താൽ തന്നെ അതിൻ്റെ പുറത്ത് പോരാൻ വേണ്ടി നിൽക്കണ ആ തൊലികളൊക്കെ ഒന്ന് പോന്ന് കിട്ടും ചെയ്യും. പിന്നെ ഉള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല പൊടിയൊക്കെ ഉഷാറായിട്ട് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മളൊരു 2 കൊല്ലം കഴിഞ്ഞാലും മഞ്ഞൾപ്പൊടിക്കും അതുപോലെ മഞ്ഞൾ ഇങ്ങനെ പൊടിക്കാതെ വെച്ചാലും ഒന്നും ഒരു കേടും വരില്ല. അതെല്ലാം നമ്മൾ പച്ചക്ക് ഉണക്കിയിട്ട് അങ്ങനെ ഉണക്കുക കുറച്ചുള്ളൂ എങ്കിൽ, പക്ഷെ അത് ആ പൊടിക്ക് വേറെ ടേസ്റ്റും ആവും. അതുപോലെ അത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ പുറവും കുത്തിങ്ങാണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മളിപ്പോൾ പൊടിച്ചതല്ല, അതിപ്പോൾ 2 വർഷം മുന്നേ പൊടിച്ച പൊടിയാണ്. നമ്മൾ ആദ്യത്തെ പൊടി തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ബാക്കിയുള്ളത് പൊടിക്കുള്ളൂ. അത് ആ പൊടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് നല്ല ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു പൂപ്പലോ ഒന്നും വരില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കൊരു കുറച്ച് മഞ്ഞളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് കുഴിച്ചിട്ടുണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. കുറച്ച് വിത്തുണ്ടായാൽ തന്നെ നമുക്കൊരു 10 ഗ്രോ ബാഗിലോ അതല്ല ഇനി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുറച്ച് സ്ഥലത്തൊന്ന് മണ്ണിളക്കിയിട്ട് കുഴിച്ചിട്ടാലും മഞ്ഞളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിട്ടും. മഞ്ഞളിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ കീടനാശിനിയുടെ ആവശ്യമോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.